ഹായ്, നമ്മളിതാ ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരു പാർക്കിലാണ്. നെയ്യാറ്റിൻകരയിൽ ഒരു കുഞ്ഞു പാർക്കാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാണ് കേട്ടോ. കണ്ടോ, ഇതാണ് ആ പാർക്കിൻ്റെ ഒരു കയറി ചെല്ലുന്ന ഒരു എൻട്രിങ്. ഫ്രീ പാസിംഗ് ആണ്, ഫ്രീ ആണ്. എല്ലാവർക്കും ഒരു ടൈം പാസിംഗ് ആയിട്ട് വൈകിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. മിക്കവരും ഒത്തിരി തിരക്കുണ്ട് കണ്ടോ. ഇരിക്കാനാണെങ്കിൽ സ്ഥലങ്ങളുണ്ട്, പൂക്കള് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. ഇന്ന് പോയപ്പോൾ നല്ലതായിട്ട് പൂക്കളൊക്കെ ഇതുപോലെ വീണ് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്. നമുക്കൊരു എൻ്റർടൈൻമെൻറ്റിങ് തന്നെയായിരുന്നു പോയപ്പോൾ തന്നെ. കണ്ടോ, നമ്മൾ പോകുന്ന ആ പാതയിലൂടെ കണ്ടോ പൂക്കളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഇങ്ങനെ കാണാനേ നല്ല ഭംഗിയാണ്. ഒത്തിരി പേര് കണ്ടോ, ഒത്തിരി ഇരിപ്പിടങ്ങൾ വെച്ചിട്ടുണ്ട് ഇരിക്കാൻ. ഇതുപോലെ അപ്പുറയും ഇപ്പുറയുമായിട്ടൊക്കെ ചെടികളും അതിൻ്റെ തണലിലും മരത്തിലൊക്കെ ഇരിക്കാനും ഒക്കെ ഒത്തിരി നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ. അത് കണ്ടോ, വെള്ളം ഇതൊന്നുമല്ല, ഇച്ചിരി കൂടെയൊക്കെ വെള്ളം നന്നായിട്ട് എന്താ പറയുക, നല്ലതായിട്ട് ഭംഗിക്ക് വരുന്നതാണ്. പക്ഷെ എന്ത് പറ്റിയെന്തോ ഇന്ന് ഇതുപോലെ ഇരിപ്പുണ്ട്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല. ഒരു കണ്ണിന് ചെറിയൊരു കുളിർമകളൊക്കെയാണ്. ഇതുപോലെ പൂക്കൾ, അതുപോലെ മരങ്ങൾ കണ്ടോ, എല്ലാ പൂക്കളും നല്ല രീതിയിൽ തന്നെ എന്താ പറയുക ഉജ്ജ്വലിച്ച് നിൽപ്പുണ്ട്. അതുപോലെ നല്ല രസത്തിൽ കണ്ടോ, കാണുമ്പോൾ അറിയാമല്ലോ. കണ്ടോ, കണിക്കൊന്ന പൂത്തിട്ടുണ്ട്, പൂക്കളുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞ് ഓടി വന്നിട്ട് എന്നെ നോക്കിയിട്ട് പോയി അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഞാൻ പറയുന്നത് കണ്ടോ, ചെടികൾ ഒത്തിരി ഉണ്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ. അതിന് ശേഷമാണ് ഈ കുട്ടികളുടെ ഈ പാർക്ക്. ഒരു നല്ലൊരു സ്ഥലമാണ് കേട്ടോ. കണ്ടോ, കുട്ടികൾക്ക് എന്തൊരു സേഫ്റ്റി തന്നെയാണ്. നമ്മുടെ കടൽ മണ്ണാണ് അതിനകത്തുള്ളത്. കുട്ടികളെല്ലാവരും ആർമാദിച്ച് കളിക്കുകയാണ്. ഒത്തിരി തിരക്കായിരുന്നു. എങ്കിലും കുട്ടികൾ വേണം. ഒരാൾ തന്നെയാണെങ്കിൽ ബോറടിക്കും അവിടെ. അതേസമയം പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഓരോരുത്തർ പുറകെ പോകും. എൻ്റെ കുഞ്ഞാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. പുറകെ എല്ലാവരുടെയും കുട്ടികളുണ്ടെങ്കിൽ അവരവരുടെ കൂടെ പോയി കളിക്കാനൊക്കെ ഒരു ജോഡി പോലെ. ഇത് ഈ മരം ഞാൻ കാണിക്കാൻ കാരണമേ, ഇതിനകത്ത് നേരത്തെ ഒരു തേനീച്ചക്കൂടുണ്ടായിരുന്നു. വലിയൊരു തേനീച്ചക്കൂടായിരുന്നു. അത് ഞാൻ ഓടിപ്പോയി നോക്കിയതാണ് കേട്ടോ. പക്ഷെ അതവിടെ ഇല്ലായിരുന്നു. എൻ്റെ മോളാണെങ്കിൽ തകർത്തിട്ട് കളിയാണ് വന്നത് തൊട്ട്. ഞാൻ ആ തേനീച്ചക്കൂട് കാണിക്കാമെന്ന് വിചാരിച്ചാണ് അവിടെ വന്ന് നിന്നത്. പക്ഷെ കണ്ടില്ല കേട്ടോ. അതവർ മുറിച്ച് മാറ്റി. പിള്ളേർക്ക് ഇത് ശരിയല്ലല്ലോ. അതുകൊണ്ട് തന്നെ അതവർ അവിടെ നിന്ന് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അവിടെ തകർത്ത് കളി എല്ലാവരും കണ്ടോ. അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങൾ അവസാനം ഇറങ്ങിയപ്പോൾ മഴ പെയ്തു. അതാണ് അവിടെ ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുന്നത്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.